ജീവിതത്തിൽ എത്ര തവണ കണ്ടാലും മടുപ്പ് വരാത്ത ചില കാഴ്ചകളുണ്ട്. അവയിലൊന്നാണ് കടൽ. 4 ചുവരുകൾക്കുള്ളിൽ കാലങ്ങൾ തള്ളി നീക്കിയ വയോജനങ്ങളും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരും കോഴിക്കോട് കടപ്പുറത്തെത്തിയപ്പോൾ അതവരുടെ ജീവിതത്തിലെ വേറിട്ട അനുഭവമായി മാറി. സായാഹ്ന സൂര്യാസ്തമയവും തിരമാലകളും കാണാനാണ് കോട്ടൂർ പഞ്ചായത്തിലെ മൂലാട് സ്വദേശികളായ 40ഓളം പേരടങ്ങുന്ന സംഘം കോഴിക്കോട് ബീച്ചിൽ എത്തിയത്. അസുഖബാധിതരായ വയോധികരും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. വർഷങ്ങളായി ചികിത്സയും മരുന്നും മാത്രമായി വീടുകളിൽ കഴിഞ്ഞവർക്ക് ഈ ഒരു സംഗമവും കാഴ്ചയും വേറിട്ട അനുഭവമായി. ബീച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര സൗകര്യപ്പെട്ടിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ഇത് എത്രയോ സന്തോഷകരമായൊരു ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത്ര സന്തോഷമുള്ള ദിവസം കിട്ടിയിട്ടില്ല. ഈ കിടപ്പിലായ രോഗികളുടെയും കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരുടെയും ഒക്കെ വീട്ടിൽ പോകുന്നതാണ് സാധാരണ. അപ്പോൾ പോകുന്ന ടൈമിലൊക്കെ ഇവർ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ, ഇവിടെ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജസ്റ്റ് ഒന്ന് പുറത്ത് കാണാന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കായിരുന്നു. ആ ഒരു ടോപ്പിക്, ആ ഒരു ഐഡിയ ടേൺ ലൈക്ക് ദിസ്, അത്രേ ഉള്ളൂ. സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് ഇവരുടെ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. മാച്ച് ഗ്രിൽ റെസ്റ്റോറന്റാണ് ഇവരുടെ യാത്രയ്ക്കുള്ള മുഴുവൻ ചെലവും ഏറ്റെടുത്തത്. പുറം ലോകം വലിയ രീതിയിലൊന്നും കാണാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഏകദേശം 68 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു ചെറിയ ടൂറ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു വല്ലാത്ത അനുഭവമാണ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ പോലും കടൽ അല്ലെങ്കിൽ തിര കാണാൻ കഴിയാത്ത മനുഷ്യരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. വൈകിട്ടോടെ കോഴിക്കോട് കടപ്പുറത്തെത്തിയ സംഘം പരസ്പരം സൗഹൃദം പങ്കിട്ടും മണിക്കൂറുകളോളം ബീച്ചിലെ കാഴ്ചകൾ ആസ്വദിച്ചുമാണ് തിരിച്ചു മടങ്ങിപ്പോയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.